ആ സുഷ്മേ, ഓ നമുക്ക് നോക്കാലോ, എന്താ കുഴപ്പം? ഓ ഫോട്ടോ അയക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ലാന്നേ. ആ അതെ, നീ നിന്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് കൂടെ ഒന്ന് പറഞ്ഞേക്ക്. ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാലോ. ആണോ? ഓ ശരി ശരി ശരി. ആ എന്തമ്മാ? ഞാൻ കുറച്ച് മുന്നേ സുഷ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ കല്യാണ കാര്യം പറഞ്ഞുകൊണ്ടേ. അപ്പോൾ ചേർത്തലയിൽ അവൾക്ക് പരിചയമുള്ള 2-3 പെൺപിള്ളേർക്ക് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി കാണാൻ പറഞ്ഞതാ. അല്ല അപ്പൊ നാളും പൊരുത്തൊന്നും നോക്കണ്ടേ? അവർക്കതൊന്നും പ്രശ്നമൊന്നുമല്ല. ആ പിന്നെ സുഷ്മയുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി നോക്കാമല്ലോ. ഞാനേ എൻ്റെ 2-3 കൂട്ടുകാരികളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. മിക്കവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ അതിനകത്ത് 1-2 കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്പർ കിട്ടും. അപ്പൊ അത് നോക്കാട്ടോ. ആ അപ്പൊ അത് നോക്കാം. ഏതെങ്കിലും ഒന്ന്. എന്താ ഇവിടെ ചർച്ച? എന്ത് ഇവിടെ അടുത്ത വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് നമുക്ക് കുടുംബത്തോടെ പോകണോ അതോ ഒറ്റക്കൊറ്റയ്ക്ക് പോകണോ എന്ന് ചർച്ച ചെയ്തോണ്ടിരിക്കുക. ഇവിടെ തിരക്കിട്ട് പെണ്ണാലോചിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്താണ് ഏതാണെന്നൊക്കെ ഒന്ന് ചോദിക്കണേ. ഇപ്പൊ ആകെ നാണക്കേടാവൂല്ലോ അമ്മ. എന്ത് നാണക്കേട്? എടാ നിനക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹമില്ലെങ്കിൽ അത് പറ. അപ്പൊ നമ്മള് നിർബന്ധിക്കൊന്നുമില്ല. അതാദ്യം പറ. പിന്നെ കല്യാണം കഴിക്കാനൊക്കെ ആർക്കും ആഗ്രഹമില്ലാത്ത അതുണ്ട്. അതുണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ടല്ലേ. പിന്നെ ഒരു 60 വയസ്സ് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയോ? 60 വയസ്സാകുമ്പോ പിന്നെ പ്രശ്നമില്ലല്ലോ. എന്തോ പിന്നെ അല്ലാണ്ട് പിന്നെ ഈ പ്രായത്തിലാണ്ട് പിന്നെ എപ്പോഴാണ് കെട്ടണത്? അയ്യോ, എന്നിട്ട് നാണാവണം മോന് പെണ്ണന്വേഷിക്കുമ്പോ? ഒന്നും പറയണ്ട, ചെറുക്കന് ഭയങ്കര ഡിമാൻഡ്. ആരാ മോയ്? ഞാനേ എൻ്റെ കൂട്ടുകാരത്തൊക്കെ പറഞ്ഞു, അവരെ ഓരോ കുറച്ച് പെൺമക്കളൊക്കെ കല്യാണ പ്രായം നിൽക്കണം. അവർക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഭാഷ വിളിച്ചു പറഞ്ഞു, അവൻ പ്രാവശ്യം നോക്കുകയാണ്, അവിടെ നല്ല മുമ്പിലുണ്ടെന്ന് പറയണം. അച്ഛാ അത് കാണാ അച്ഛാ. എന്താടാ ഇവനെന്നിട്ട് ജീവനാണ് വലിയ കാര്യമാണ്. ഇനി ഭാഷങ്ങൾ മൊത്തം അത് പറഞ്ഞ് സ്പ്രെഡ് ആക്കും. നോക്കി പ്രാവച്ചമ്പലം എല്ലായിടത്തും അവിടെയൊക്കെ എന്തിനാ പോയി കൊടുത്തിരിക്കുന്നത്? സ്പ്രെഡ് ആയിക്കോട്ടെ, അതിനിപ്പോ മോശമുള്ള കാര്യമൊന്നും അല്ലല്ലോ, നല്ല കാര്യമല്ലേ. മോളെ നീലു, എന്താ നമ്മുടെ പിറവത്തെ ആ സുശീലയില്ലേ? ഇത് നമ്മളെ കടവത്തെ സുശീല ചെയ്യും. സുശീല ഞാൻ വിളിച്ചായിരുന്നു. അവരുടെ വീടിന്റെ അടുത്ത് 2 പെൺപിള്ളേരുണ്ടെന്ന്. പെട്ടെന്ന് പെണ്ണ് കാണാൻ ചെല്ലാൻ പറഞ്ഞു. അയ്യവാ, അങ്ങനെ 4 വക്കീന്നും പെണ്ണാളത്തിന് വരട്ട്. നമ്മൾ മുടിയൻ ചേട്ട കല്യാണം ഈ വർഷം തന്നെ നടത്തും. ഇത് ഉറപ്പായിട്ട് നടക്കും. ഇത്ര പെമ്പിള്ളേരില്ലേ, ഏതെങ്കിലും പറഞ്ഞാൽ ശരിയാവും. കല്യാണ സദ്യക്ക് പായസം വേണം. 3 കൂട്ടം പായസം വേണം. സദ്യ നെയ്യാറ്റിങ്ങനെ ഒരു പാർട്ടിക്കാരൻ നെയ്യാപ്പിക്കും. ഓ അത് പെണ്ണിന് കൂട്ടുകാരല്ലേ തീരുമാനിക്കും. ഒരുത്തരം തീരുമാനിക്കില്ല. കല്യാണം ഉറച്ചതിൻ്റെ അന്ന് ഞാൻ ഡോമിനേറ്റ് ചെയ്ത് കയറും. പിന്നെ കാര്യങ്ങൾ ഞാൻ തീരുമാനിക്കണം. ഏത് കുടുംബമാണെങ്കിലും ആ കുടുംബത്തിനെ കട്ടയം പടങ്ങണം. അത് ശരി, അങ്ങനെ പറഞ്ഞത് അതിനങ്ങനെയാണല്ലോ. അവിടെ ഒരു കട്ടയമ്പടം ഉണ്ടായതാണല്ലോ. ആ അവൾ ഉദ്ദേശിച്ചത് നീ അവര് കട്ടയം പോട്ട് മടങ്ങുന്നുണ്ട്. എടാ കല്യാണത്തിന് എല്ലാരെയും വിളിക്കണം. പടവലം, പാഴൂര്, പിറവം, പിന്നെ ഹരിപ്പാട്, ചോനകറത്തറ വഴി അമ്പലപ്പുഴ കയറി പായസം കുടിച്ചത് തിരിച്ചു വരണം. എന്റെ പൊന്നു മാമി, അതൊക്കെ എത്ര ദൂരം കിടക്കണം? എത്ര അല്ലേ ഇത്രയും സമയം കിടക്കയില്ലേ? അയ്യോ കുഴിപ്പുളം വിട്ടു പോരുന്നിട്ടാ. കുഴിപ്പുറത്ത് ഇഷ്ടം പോലെ ബന്ധുക്കാരുണ്ടല്ലോ. വിളിച്ചില്ലെങ്കിലേ അവിടുത്തെ അമ്മ വഴക്കുറയും. കുഴിപ്പുളമൊക്കെ അങ്ങ് മൂലക്ക്. എന്റെ സേവാകേന്ദ്രം കിടക്കുന്ന ട്യൂഷൻ സെന്റർ എടുക്കുന്ന അവിടെ നിന്നൊക്കെ ആൾക്കാർ ഒരുത്തനെ വിളിക്കാൻ വിട്ടാണ്ടല്ലോ. എല്ലാവിടെ ഒന്ന് കൊലപാതകം നടത്തും കല്യാണ പന്തല്. ഈ ആയത്തെ കൊച്ചിനെ ചോറ് കൊടുക്കാൻ ചോറ്റാനിക്ക് കൊണ്ടുപോകണോ അതോ ഗുരുവായൂർ കൊണ്ടുപോകണോ? ഗുരുവായൂരില്ല, കൊച്ചായില്ലല്ലേ. ആ അതന്നെ ഞാനും പറയണു. പെണ്ണിന് പോലും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോഴേക്കും കല്യാണ ലിസ്റ്റ് ഇട്ട് ആൾക്കാരെ വിളിക്കാനുള്ള. വയ്യ, കുറച്ച് ഓവർ തന്നെ കുടുംബം. കുറച്ച് ഓവറായി പോയിട്ടോ. സന്തോഷം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. രാവിലത്തെ ഫുഡ് വല്ലതും ബാക്കി ഇരിപ്പുണ്ടാ? ഓരോരുത്തർ വന്ന് ഓരോന്ന് ചോദിച്ച് വാങ്ങി അങ്ങ് കഴിക്കൊണ്ട് പിന്നെ എൻ്റെ ഓരോരുത്തർ വന്ന് ചോദിക്കും. പിന്നെ എങ്ങനെ ഉണ്ടാവും അവിടെ കഴിക്കാനായിട്ട്? അല്ല പിന്നെ എടാ പിന്നെടാ അമ്മേ ഒരു സംഭവം ഉണ്ടായമ്മേ. ഞാൻ പറഞ്ഞില്ല എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കല്യാണാലോചന ഒക്കെ നടക്കുന്നുണ്ടെന്ന്. ആ കുട്ടിയുടെ നമ്പർ കിട്ടി. ഫോർട്ട് കൊച്ചിയിലെ സ്ഥലം പോയി കണ്ടാലാ? ഞാൻ ഇത് തന്നെ പറയാൻ വരികയായിരുന്നു. സുഷ്മയുടെ കെയർ ഓഫിലേ അവരുടെ റിലേറ്റീവ് ഒരു പെൺകുട്ടി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പൊ ഉടനെ ഇവനെ കൊണ്ട് പെണ്ണ് കാണാൻ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അല്ലെങ്കിൽ ഉടനെ പറഞ്ഞ എപ്പോഴാണ്? ചിലപ്പോ ഇന്നായിരിക്കും. എന്തായാലും പോയാലേ പറ്റുള്ളൂ. എടി നീലേ, ഞാൻ പറഞ്ഞില്ലേ പിറവത്ത് പെൺപിള്ളേരുണ്ടെന്ന്. നമ്മുടെ വേണ്ടപ്പെട്ട ആളിന്റെ മോളാ. പക്ഷേ ഒരു കുഴപ്പം, ഞായറാഴ്ച ആ കൊച്ചവിടെ കാണത്തുള്ളൂ. അതുകൊണ്ട് ഞായറാഴ്ച തന്നെ നമുക്ക് പെണ്ണ് കാണാൻ പോണം. കേട്ടോ മോനെ? ഞായറാഴ്ച എന്ന് പറയുമ്പോ ഈ ഞായറാഴ്ച? അയ്യോ അമ്മമ്മ അത് പറ്റൂല. എന്താ? എന്റെ ഫ്രണ്ടിനെ പെണ്ണ് കാണിക്കാൻ പോകുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് വേറൊരു കൂട്ടർ അവളെ കാണാനാ പറഞ്ഞത്. പക്ഷെ ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത്. അതുകൊണ്ട് ചേട്ടനെ കൊണ്ട് എന്തായാലും എനിക്ക് ഞായറാഴ്ച പോയേ പറ്റുള്ളൂ. അത് പറ്റൂല. ഇത് കുടുംബക്കാര് തമ്മിൽ വാക്ക് പറഞ്ഞതാ. കുടുംബക്കാരെ വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം, അല്ലെങ്കിൽ നാണക്കേടാ. അമ്മ ആരോട് ചോദിച്ചിട്ടാ വാക്ക് കൊടുത്തേ?
എനിക്ക് ഇവനെ കൊണ്ട് ഞായറാഴ്ച പോകേണ്ടതാ. സുഷ്മ പ്രത്യേകം പറഞ്ഞതാ ഞായറാഴ്ച ഇവനെ കൊണ്ട് പെണ്ണ് കാണാൻ ചെല്ലണോന്ന്. നീ ആരോട് പറഞ്ഞിട്ടാ വാക്ക് കൊടുത്തേ? അല്ല ഈ രണ്ടുപേരും ആർഡർ വെച്ചിട്ടാണ് പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ വാക്ക് കൊടുത്താലും എന്റെ അടുത്തെങ്കിലും പറയണ്ടേ. അത് നിന്റെ കൂട്ടുകാരെ കാണാൻ പാനല്ലയോ, അത് പിന്നെ പോവാ. അത് പിന്നെ പോകാൻ പറ്റൂലെന്നേ. അവളെ കാണാൻ പയ്യന്മാര് ക്യൂ നിക്കുവാമേ. അത് ക്യൂ ഇല്ലാത്തൊരു ദിവസം പോവാ. അമ്മ ചുമ്മാ കളിക്കരുത് കേട്ടാ. ഇവിടെ ഒരുത്തവൻ നിൽക്കുകയാണ്. അതുകൊള്ളാലോ അമ്മ. നിങ്ങളെല്ലാവരും ഈ ഞായറാഴ്ച എന്തിനാ വാക്ക് കൊടുത്തേന്നേ? ഒരു പെട്ടെന്ന് ചേട്ടൻ കൊടുക്കണ്ടേ? കൊടുക്കണ്ടെന്നാ കെട്ടിക്കണ്ടേ? ഇവിടെ ഒരുത്തവൻ നിൽക്കുകയാണ്. അമ്മ കുറെ നേരമായിട്ട് പറഞ്ഞു ഇവിടെ ആളോ നിക്കണ്. എന്താ എത്ര നേരം കൊണ്ട് ഇവിടുത്തെ വിളിച്ചു പോയി ഇവിടെ ഇവിടുത്തെ വന്ന് നിൽക്കുകയാണെന്ന്. ആ പറ, എന്താ കാര്യം? ഞാൻ കുറെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിരുന്നു. ആ കൂട്ടത്തിൽ എഞ്ചിനീയർ സാറിനെ വിളിച്ചു. അതിനെന്താ കാര്യം? എഞ്ചിനീയർ സാറിന് ഒരു ബന്ധുണ്ട്, ഒരു പെൺകുട്ടി ആർക്കിടെക്റ്റാണ്, ഇരിങ്ങാലക്കുട. ഞായറാഴ്ച നമുക്ക് പോകണം. വേറെ ആർക്കും വേറെ പ്രോഗ്രാം ഉണ്ടോ ഞായറാഴ്ച? ആരും ഒന്നുമില്ലല്ലോ. ഉണ്ടെങ്കിൽ എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ കൂടെ വരണം. നീ വരണം. ഞാൻ വാക്ക് ഒരു മാറ്റി വെക്കുന്നില്ല. ഞായറാഴ്ച ചേട്ടൻ എന്റെ കൂടെ എന്റെ ഫ്രണ്ടിനെ പെണ്ണ് കാണാൻ വരും. എഞ്ചിനീയർക്ക് വാക്ക് കൊടുക്കേണ്ട മാനം പോവും. എനിക്ക് അമ്മ മിണ്ടാനിക്കമ്മ. അമ്മ അല്ല ബാലു, എനിക്ക് സുഷ്മ എടുത്ത് വാക്ക് പറ്റാൻ പറ്റില്ല. അവരാരും ഗവർണറാ. എടാ സുഷ്മയ്ക്ക് നേരത്തെ ജീവനാണ്, അതുകൊണ്ട് വാക്ക് പറ്റാൻ പറ്റില്ല. നമുക്ക് രണ്ടു കൂടെ ഞായറാഴ്ച എന്നെ പോയാൽ പറ്റുള്ളൂ. ഞായറാഴ്ച എന്റെ കൂടെ വന്നേക്കണേ നീ. അമ്മൂടെ ഉറപ്പായിട്ടും വരാം. അപ്പൊ എന്റെ കൂടെ വരില്ലേ? എന്റെ ഒപ്പം വരാം. മര്യാദയ്ക്ക് ചേട്ടൻ എന്റെ കൂടെ വന്നു. ഇല്ലെങ്കിൽ ഞാനും താനും നമ്മളെ ബന്ധം ഇന്നത്തോടെ എല്ലാം തീരും. എന്താണ് ആ അമ്മ എടുത്ത് വാക്കേറ്റിച്ചാ അറിയാലോ. അപ്പൊ എന്റെ കൂടെ തന്നെ ഞായറാഴ്ച നീ വരണം. വന്നില്ലെങ്കിൽ തീർത്തളഞ്ഞ് നീ എൻ്റെ കൂടെ വരണം ഞായറാഴ്ച. ഇഞ്ചിറച്ച് വാക്ക് കൊടുത്ത് എനിക്ക് അങ്ങനെ മുഖത്ത് നോക്കണം. ഞാൻ നിന്നെ കൊല്ലിയ തലിയൊന്നുമില്ല. എന്റെ കൂടെ നീ സ്നേഹം കൊണ്ടേ വന്നിരിക്കും, അറിയാലോ. അമ്മ എന്തോന്ന് അങ്ങനെ വർത്താനം പറയണം? മര്യാദയ്ക്ക് എന്റെ കൂടെ വന്നോ. നല്ല പെങ്കൊച്ചേട്ടാ, ന്യൂജ് പെങ്കൊച്ചാണ്. മോനെ, അമ്മൂമ്മയാണ് പറയുന്നത് ഞായറാഴ്ച പിറവത്ത് പെണ്ണ് കാണാൻ പോന്നു. അത് പടവലും ഭവാനി തീരുമാനിച്ച കാര്യം. പടവലം ഭവാനി മാമി തീരുമാനത്തെങ്കിൽ മാമനെ പിടിച്ചോ. ഞാൻ പറഞ്ഞനുസരിച്ച് നീ ജീവിച്ചാ മതി. മര്യാദയ്ക്ക് ഞായറാഴ്ച എന്റെ കൂടെ പെണ്ണ് കാണാൻ വന്നോളൂ. നാല് സ്ഥലത്ത് പെണ്ണാണെന്ന് പറയാൻ 4 പേര് ഇഷ്ടപ്പെട്ട 4 ഒരുമിച്ച് കെട്ടാൻ പോരെ? 4 സ്ഥലത്ത് ഞാൻ പെണ്ണ് കാണാൻ വരാം. 4 പേര് ഇഷ്ടപ്പെട്ട് ഞാൻ 4 ഒരുമിച്ച് കെട്ടാം. എന്നെ കൊല്ലാതെ വിട്ടാൽ മതി.